മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ്. മുംതാസ് വന്നു കേട്ടോ. അൽബീറ്റ വിളിക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഹലോ മുംതാസ്, കാണാവോ കേക്കാവോ? എനിക്ക് കാണത്തില്ല വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എയുടെ ഓർഡർ എം ബൈ എന്നും ബിയുടെ ഓർഡർ എൻ ബൈ പിയും, ബിയുടെ ഓർഡർ എൻ ബൈ പിയും എയുടെ ഓർഡർ എം ബൈ എന്നും ആണെങ്കിൽ മാത്രമേ ഇവയെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും അടുത്ത മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ്. ക്ലിയർ അല്ലേ? ഹലോ, കേക്കത്തില്ലേ? കേക്കാം. എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ടോ? വിട്ടുവിട്ടാണോ കേൾക്കുന്നത്? നിങ്ങള് നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് കോളംസ് ആണല്ലേ. ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും അടുത്ത മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും അടുത്ത മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെയാണോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മള് എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എം ബൈ പി ആയിരിക്കും. കാരണം എയുടെ ഓർഡർ എം ബൈ എൻ ആണ്, ബിയുടെ ഓർഡർ എൻ ബൈ പി ആണ്. ഇവിടെ എന്നും എന്നും ഈക്വൽ ആണെങ്കിലേ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ പി ആയിരിക്കും. ആദ്യത്തേതിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തേതിന്റെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും എ ബി മെട്രിക്സിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിക്കാം. ഫൈൻഡ് എ ബി ആൻഡ് ബി എ. അതിനേക്കാളും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ഫൈൻഡ് എ ബി ആൻഡ് ബി എ. ഫൈൻഡ് എ ബി ആൻഡ് ബി എ for the matrix A is equal to matrix 1, 2, 3, 4, 5, 6 and B is equal to matrix -7, -8, 9, 10, 0, -11. Okay, matrix A യുടെ ഓർഡർ എത്രയാ? 2 by 3. ബിയുടെ ഓർഡറോ? 3 by 2. അപ്പൊ ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തേതിന്റെ ആദ്യത്തിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ നമ്പർ ഓഫ് റോസും സെയിം ആണല്ലോ. അപ്പൊ ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഓക്കെ, ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒറ്റ പറച്ചില് മനസ്സിലാവാൻ ചാൻസ് കുറവാ, എന്നാലും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സിനെ ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിൽ കറസ്പോണ്ടിങ് എലമെന്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയെ ആഡ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. നമ്മള് 1 into -7 1 into -7 plus 2 into 9 plus 3 into 0. ഇതായിരിക്കും ആൻസർ മെട്രിക്സിലെ ആദ്യത്തെ എലമെന്റ്.
ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 into -7 plus 2 into 9 plus 3 into 0. ഇനി നമുക്ക് ആൻസർ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ആൻസർ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? 3/2 ആണോ? m into p അല്ലേ പറഞ്ഞേ? m into p 2/2 ആയിരിക്കും ഓർഡർ. കാരണം ഈ 3 ഇവിടെ കോമൺ ആണ്, ബാക്കി പോയിട്ട് ഇവിടെ 2/2 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ. 2/2 എന്ന് പറയുമ്പോൾ 2 കോളംസും 2 റോസും വരണം. അപ്പോ ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ്. 1 into -7 plus 2 into 9 plus 3 into 0. ഓക്കെ, അതിനുശേഷം ഇവിടെയുള്ള രണ്ടാമത്തെ എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 1 into -8 plus 2 into 10 plus 3 into 11 എന്ന് വരും. 3 into 11 എന്ന് വരും. 1 into -8 plus 2 into 10 plus 3 into -11. 3 into -11. 3 into -11. ക്ലിയർ ആണോ? രണ്ടാമത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. First row multiplied and added with the second column. First row second column 1 into -8 plus 2 into 10 plus 3 into -11. Okay. ഇനി ഇവിടെ അടുത്ത എലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പൊ നമുക്ക് 4 into -7 plus 5 into 9 plus 6 into 0 വരും. 4 into -7 plus 5 into 9 plus 6 into 0. ഓക്കെ, അടുത്ത ഇവിടെയുള്ള എലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് റോ സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യും. സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ആദ്യത്തെ മെട്രിക്സിലെ സെക്കൻഡ് റോയും രണ്ടാമത്തെ മെട്രിക്സിലെ സെക്കൻഡ് കോളവും. അപ്പൊ എങ്ങനെ വരും? 4 into -8 plus 5 into 10 plus 6 into -11. 6 into -11. കിട്ടിയോ? 6 into -11. ഇവിടം വരെ മനസ്സിലായോ? ഇവിടം വരെ മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുക. 1 into -7 is -7. അപ്പൊ ഇവിടെ എന്ത് വരും? -7 plus 18 plus 0 എന്ന് വരും. അപ്പൊ 18 minus 7 is 11 അല്ലേ? ആദ്യത്തെ എലമെന്റ് നമുക്ക് 11 എന്ന് കിട്ടും. ഓക്കെ, ആദ്യത്തെ എലമെന്റ് 11. ഇനി ഇവിടെ -8 plus 20 -8 plus 20 മൈനസ് അല്ലെങ്കിൽ പ്ലസ് -33 എന്ന് വരും അല്ലെ? -8 plus 20 plus -33 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -8 plus 20 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 12 കിട്ടും. 12 plus -33 കിട്ടും ചെയ്യുമ്പോൾ -21 കിട്ടും. ഓക്കെ ആണോ? ഇനി ഇവിടത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. എത്ര കിട്ടും? 4 into -7 ചെയ്യുമ്പോഴത്തേക്കും -28 plus 9 into 5 45 plus 0. അപ്പൊ 40 -28 plus 45. 45 ന്ന് 28 കുറയ്ക്കുക. എത്ര കിട്ടും? 17. ഓക്കെ, ഇവിടെയോ 4 into -8 ചെയ്യുമ്പോൾ -32 plus 5 into 10 50 plus -66. -32 plus 50 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 28 വരും അല്ലേ? 20 അല്ല, 18 വരും. 28 ആണോ? 18 -66 ചെയ്യുമ്പോൾ -48 വരും. അപ്പോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ബിയുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞേ. എ ബി is equal to matrix 11 -21 17 -48. Order 2/2.
എത്തിയോ? 2. ഇനി നിങ്ങൾ എല്ലാരും ഒന്ന് ബി എ കണ്ടുപിടിച്ചേ. ബി എ ഇതേപോലെ തന്നെ ബി എ കണ്ടുപിടിക്കാം. ബി എ കണ്ടുപിടിക്കുമ്പോ അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ബി എഴുതണം, എന്നിട്ട് വേണം എ എഴുതാൻ. ഓക്കെ, ബി എ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ബി എഴുതണം, എന്നിട്ട് വേണം എ എഴുതാൻ, കേട്ടോ. ഓർഡർ വ്യത്യാസമില്ലേ? ഓർഡർ വ്യത്യാസമുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്താ പോരെ? നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റോ ഇൻടു കോളം അല്ലേ ചെയ്തത്? ഫസ്റ്റ് കോളം ഇൻടു റോ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ തന്നെ പോകണം. ഇപ്പൊ ഇവിടെ നമുക്ക് ബി എ എന്ന് പറയുമ്പോ ബി എത്രയാ? ബി ഏതാ മെട്രിക്സ്? ബി മെട്രിക്സ് ഒന്ന് പറഞ്ഞു. -7 -8 -9 10 0 -11. എ എത്രയാ? 1 2 3 4 5 6. 1 2 3 4 5 6. ആദ്യം ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇതിന്റെ ഓർഡർ എത്രയാ? 3/2. 3/2. ഇതിന്റെ ഓർഡറോ? 2/2. 2/3. ഇത് രണ്ടും സെയിം ആണല്ലോ. ഇത് രണ്ടും സെയിം ആണല്ലോ. അപ്പൊ ഇവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഓക്കെ, ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഫസ്റ്റ്. അപ്പൊ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ആൻസർ മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? 3/3 ആയിരിക്കും. അതായത് 3 റോസും 3 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്യുന്ന ആൻസർ ഇവിടെ വരും. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്യുന്ന ആൻസർ ഇവിടെ വരും. ഫസ്റ്റ് റോ തേർഡ് കോളം ചെയ്യുന്ന ആൻസർ മൂന്നാമത് വരും. ചെയ്ത് നോക്കി, കിട്ടുന്നുണ്ടോന്ന് നോക്കി. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം is -7 into 1 plus -8 into 4. Okay. First row second column ചെയ്യുമ്പോൾ -7 into 2 plus -8 into 5. First row third column ചെയ്യുമ്പോൾ നമുക്ക് -7 into 3 plus -8 into 6. 6 ഒക്കെ നിങ്ങൾക്ക് കാണാവോ? സ്ക്രീനിൽ ഇത്രയും വലുപ്പം. ആദ്യത്തെ 3 എലമെന്റ്സ് കിട്ടിയോ എല്ലാവർക്കും? -7 into 3 plus -8 into 6. ഓക്കെ, അപ്പൊ ഇത് എത്ര വരും? മൊത്തം എഴുതിയിട്ട് ചെയ്താൽ മതി. അടുത്തതിൽ നമ്മൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പൊ നമുക്ക് 9 into 1 plus 10 into 4. ഇനി ഫസ്റ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 9 into 2 plus 5 into 10. അടുത്തത് സെക്കൻഡ് റോ തേർഡ് കോളം 9 into 3 plus 10 into 6. ഓക്കെ, ഇത് മൂന്നെണ്ണം കിട്ടിയോ? ഓക്കെ, ഇനി ലാസ്റ്റത്തെ എന്ന് പറഞ്ഞ് ലാസ്റ്റത്തെ റോയില് തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം 0 into 1 plus -11 into 4. അടുത്തത് തേർഡ് റോ സെക്കൻഡ് കോളം 0 into 2 plus 5 into -11. അടുത്തത് തേർഡ് റോ തേർഡ് കോളം 0 into 3 plus 6 into -11. എത്ര വരും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. -7 plus -32 -39. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ.
രണ്ടാമത്തെ എത്ര വരും? -14 പ്ലസ് -40. That is equal to -54. -54. മൂന്നാമത്തത് -21 പ്ലസ് -48. അപ്പോ 6 9 -69. ഇവിടെ 9 പ്ലസ് 40 49. ഇവിടെ 50 പ്ലസ് 80 is 68. ഇവിടെ നമുക്ക് 9 into 3 27 plus 60. 60 plus 27 is 87. ഇവിടെ നമുക്ക് -44. ഇവിടെ ആണെങ്കിൽ -55. ഇവിടെ -66 അല്ലേ? നമുക്കൊരു 3/3 മെട്രിക്സ് കിട്ടി. കിട്ടിയോ എല്ലാവർക്കും 3/3 മെട്രിക്സ്? ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഇങ്ങനെ ഒരു ആൻസർ എല്ലാവർക്കും കിട്ടിയോ? ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ? അൽബീറ്റ, എനിക്ക് ഞാൻ പറയുന്ന കേക്കാവോ? കേൾക്കുന്നില്ല. ഇല്ല, വിട്ടുവിട്ട്. ഇവിടെ നല്ല മഴയുണ്ടോ? അതിന്റെ ആയിരിക്കും. ഓക്കെ, ചെയ്തത് കിട്ടിയോ? ആൻസർ കിട്ടിയോ? പ്രണവിന് ആൻസർ കിട്ടിയോ? നെറ്റിന്റെ ആൻസർ കിട്ടി. ഓക്കെ, ഇത് തന്നെയല്ലേ കിട്ടിയത്? അൽക്കയ്ക്ക് കിട്ടിയോ? അൽക്ക കിട്ടി. ഓക്കെ, അശ്വതി എന്തിയെ? അശ്വതി ഇവിടെ ഇല്ലേ? മുംതാസ് വന്നില്ലല്ലോ. അശ്വതി പോയോ? ഓക്കെ, അപ്പൊ ഇതിന്ന് നമുക്ക് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. എന്താ? നേരത്തെ AB ചെയ്തപ്പോ കിട്ടിയ ഉത്തരമാണോ BA ചെയ്തപ്പോ കിട്ടിയത്? AB ചെയ്തപ്പോ കിട്ടിയ ഉത്തരമാണോ BA ചെയ്തപ്പോ കിട്ടിയത്? അപ്പൊ നമ്മള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അതിന്റെ ഓർഡർ മാറ്റേഴ്സ്. AB is not equal to BA. AB is not equal to BA. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ AB is not equal to BA. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചില്ലേ? നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ശരിയാവും. എല്ലാ ഇതിലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ടോട്ടൽ ഇതിൽ AB not equal to BA തന്നെയല്ലേ? അതെ. തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മാറും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് AB ആൻഡ് BA. രണ്ടും ചെയ്യണം. A is equal to മെട്രിക്സ്. ആദ്യം ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും. -1 0 3 1. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആയിരിക്കണം. 3 1 5 -1 4 -2 1 0. Find AB and BA. ഇതിന്റെ ഓർഡർ എത്രയാ? മെട്രിക്സ് എയുടെ ഓർഡർ എത്രയാ? 3/2. ഇതിന്റെയോ? 2/4. അപ്പോ ഇവിടെ ഓർഡർ രണ്ടും ഓക്കെ ആണ്. ആദ്യത്തെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ നമ്പർ ഓഫ് റോസും നമുക്ക് ഓക്കെ ആണ്. അപ്പൊ AB ചെയ്യുമ്പോ കിട്ടുന്ന AB മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ABയുടെ ഓർഡർ എത്രയായിരിക്കും? ABയുടെ ഓർഡർ 3/4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം AB കണ്ടുപിടിച്ചേ. ഇത് നിങ്ങളിപ്പോ ആദ്യം തുടക്കത്തിൽ ചെയ്യുമ്പോ ഇങ്ങനെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ ഓരോരോ എലിമെന്റ്സ് എഴുതി ചെയ്തോ. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്ത് അവസാനം ഇത് എങ്ങനെ ചെയ്യണം എന്നറിയോ? 3 2s are 6 + 4 6 + 4 11 എന്ന ആദ്യത്തെ എലിമെന്റ് നേരിട്ട് എഴുതുന്ന ഒരു ലെവലിലേക്ക് എത്തണം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 + 2 6 + 4 × 1 4 6 + 4 11. അപ്പൊ ആദ്യത്തെ എലിമെന്റ് 11. അതുപോലെ തന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 × 1 2 + -2 2 - 2 0. അതുപോലെ 10 + 1 11 -2 + 0 -2. ഇങ്ങനെ എഴുതുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ പഠിച്ചു വരണം. 10 ആണോ ആദ്യത്തെ? 11 അല്ലേ? 3 2s are 6 + 4 6 + 4 10.
10 0 11 -2 ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരണം. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പം -3 + 0 -3 -1 + 0 -1 -5 + 0 -5 -1 into -1 is 1. Okay. അടുത്തത് തേർഡ് റോ ഫസ്റ്റ് കോളം. തേർഡ് റോ ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് 9 + 4 13. Third row second column is 3 - 2 1. 15 + 1 16. -3 + 0 -3. ഇത്രയും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെറിയൊരു ടൈമിനുള്ളിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എന്ത് ഇതാണ് AB. ഓർഡർ ഇസ് 3/4. നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. എല്ലാരും ചെയ്ത് കണ്ടുപിടിക്കണം. ആൻസർ നോക്കി എഴുതിയാൽ പോരാ, ചെയ്ത് കണ്ടുപിടിക്കണം. ഞങ്ങൾ മറ്റേ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ? മറ്റേ ചെയ്യുന്ന പോലെ ചെയ്തോ. ഈ പ്രാവശ്യം കൂടെ ചെയ്തോ. അടുത്ത ക്ലാസ്സിലാകുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് ഇത് മനക്കണക്ക് കൂട്ടി ചെയ്യാൻ പഠിക്കണം. പ്രാക്ടീസ് ചെയ്താൽ മതി, പഠിച്ചോളൂ. ഈ മീറ്റിംഗ് 9 മിനിറ്റിൽ എൻഡ് ആവും. ഞാൻ പോയി എന്റെ ഫോൺ എടുത്തോണ്ട് വന്നിട്ട് വേണം ഇനി വാട്സപ്പ് വെബ് കണക്ട് ചെയ്യാൻ. അപ്പോ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചോ? AB കണ്ടുപിടിച്ചോ? വേഗം കണ്ടുപിടിക്കും. പ്രണവിന്റെ എനിക്ക് വീഡിയോ കാണത്തില്ലല്ലോ പ്രണവ്. പക്ഷെ ഇപ്പൊ വീഡിയോ ഓൺ ആക്കുവാണെങ്കിൽ കിട്ടാൻ പാടാ. ഓക്കെ ഓഫ് ചെയ്തോ. അൽക്ക AB കിട്ടിയോ? കിട്ടി. ഞാൻ ഇപ്പൊ BA ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. എനിക്കൊരു കൺഫ്യൂഷൻ. AB കിട്ടിയോ എല്ലാവർക്കും? മുംതാസിന് കിട്ടിയോ AB? എനിക്ക് ഇത് റോ കോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. പ്രാക്ടീസ് ചെയ്യണം. അത് കൺഫ്യൂഷൻ ഉണ്ടാവും, തുടക്കമല്ലേ. സാരമില്ല, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ അങ്ങ് ഓക്കെ ആയിക്കോളും. തുടക്കം ആയതുകൊണ്ടാണ്. ഇത് തന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്തു പഠിക്കുമ്പോ അങ്ങ് ശരിയായിക്കോളും. ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി. ലൈക് പെൻസിൽ വെച്ച് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോ ഫോർത്ത് കോളം. ഇത്ര എണ്ണം എഴുതി കഴിഞ്ഞ് പെൻസിൽ വെച്ച് മൊത്തം വായിക്കുക. അതിനുശേഷം വീണ്ടും പെൻസിൽ എടുത്ത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ ഫോർത്ത് കോളം. അപ്പൊ ഇത്രയും ആൻസർ കിട്ടും. ഇത്ര എണ്ണം എഴുതി കഴിഞ്ഞ് എല്ലാം വായിക്കുക. വീണ്ടും പെൻസിൽ എടുത്ത് തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം ആൻഡ് തേർഡ് റോ ഫോർത്ത് കോളം ചെയ്യാം. ഓക്കെ.
എന്നിട്ട് പെൻസിൽ വെച്ച് മൊത്തം വായിച്ചിട്ടേക്കണം. എക്സാമിന് ഇങ്ങനെ മൊത്തം വെട്ടിയിട്ടേക്കരുത് കേട്ടോ. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പം ഞാൻ ബോർഡിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈ വെച്ച് മറച്ചു പിടിച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് റോയുടെ സമയത്ത് ആ ഫസ്റ്റ് റോ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ മറച്ചു പിടിച്ചാണ് ബോർഡിൽ സാധാരണ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ബി എ ചെയ്യാൻ പറ്റുന്നില്ല. ബി എ ചെയ്യാൻ പറ്റുമോന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ബി എന്ന് പറയുന്നത് ഓർഡർ 2/4 എ ഓർഡർ 2/4 3/2 അല്ലേ? അപ്പൊ ഇത് തമ്മിൽ ചെയ്യാൻ പറ്റുമോ? 4ഉം 3ഉം. അപ്പൊ ബി എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ ബി എ ഇസ് നോട്ട് ഡിഫൈൻഡ്. ബി എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബി എ ഡസ് നോട്ട് എക്സിസ്റ്റ്. ബി എ ഇസ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ടാണ് ഇൻഡു ചെയ്യാൻ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും പ്രത്യേകിച്ച് 2 മാർക്കിലൊക്കെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ പ്രത്യേകം എടുത്തു നോക്കണം. കാരണം 2 മാർക്കിലൊന്നും സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചോദിക്കാറില്ല. അപ്പൊ എടുത്തു നോക്കണം. ചിലപ്പോൾ ഇൻഡു ചെയ്യാൻ പറ്റാത്തതായിരിക്കും തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള ഒരു ഉത്തരമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 മാർക്കിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കണം അത് ഇൻഡു ചെയ്യാൻ പറ്റാത്തതാണോ. ഇനി പറ്റത്തില്ലെങ്കിൽ അതിന്റെ റീസണും കൂടെ എഴുതണം കേട്ടോ. ഹിയർ ദി നമ്പർ ഓഫ് columns in the first matrix is not equal to the number of rows in the second matrix. Therefore, we cannot multiply them. Okay ആണോ? ഞാൻ അടുത്ത മീറ്റിംഗിന്റെ ലിങ്ക് സെറ്റ് ചെയ്യാം. അപ്പത്തേക്കും മുംതാസ് എല്ലാരും ചെയ്ത് കഴിയത്തില്ലേ അപ്പത്തേക്കും? ഓക്കെ. ചെയ്ത് കഴിഞ്ഞവര് പേജ് നമ്പർ 146 പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഹെൻസ് ഫ്രം ദി അബവ് എക്സാമ്പിൾ വി ക്യാൻ ഇൻഫർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് തിയറി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഹെൻസ് ഫ്രം ദി അബവ് എക്സാമ്പിൾ വി ക്യാൻ ഇൻഫർ ദാറ്റ് എന്നുള്ള 3 പോയിന്റും പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ 3 പോയിന്റും ഒന്ന് വായിച്ചു നോക്കേ. അപ്പത്തേക്ക് ഞാൻ അടുത്ത മീറ്റിംഗിന്റെ ലിങ്ക് തരാനായിട്ട് ഫോൺ എടുത്തോണ്ട് വരാം. ഓക്കെ, ഞാൻ ഈ മീറ്റിംഗ് എൻഡ് ചെയ്യുവാണ്. അടുത്ത ലിങ്ക് അയക്കാം കേട്ടോ.